ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ ഗൂഗിൾ പേ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ. അധികം പേരും മാക്സിമം 99.99 പേരും ശതമാനം എന്തൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും പേര് നമ്മൾ ഉപയോഗിക്കുന്നൊരു സംഭവമാണ് ഈ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ, മണി ട്രാൻസാക്ഷന് വേണ്ടിയിട്ടും ഫോൺ റീചാർജ് ചെയ്യാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. 2-3 ട്രിക്കാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എന്തൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്ററി കാണണം. ഹിസ്റ്ററിയിൽ ഒരു ഡേറ്റ്, നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് ഇത് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. എന്നാൽ അന്നത്തെ ആ ഒരു ഡേറ്റ്, ആ ഒരു ദിവസത്തെ, ആ ഒരു മാസത്തെ എല്ലാ ട്രാൻസാക്ഷനും നമുക്കിവിടെ കാണാം. കണ്ടോ, സെപ്റ്റംബറിൽ എനിക്ക് ആ കുറച്ച് ട്രാൻസാക്ഷൻ ഈ ഗൂഗിൾ പേയിൽ നടന്നിട്ടുള്ളൂ. ചിലപ്പോൾ ATM-ലായിരിക്കാം, ബാക്കി ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഒരു ട്രിക്ക്. നമ്മൾ ആ ഒരു ഇത് അടിച്ചു കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് ആ കറക്റ്റ് ആ ഒരു ദിവസത്തെ, ആ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ, അത് നമുക്കൊരാൾ പൈസ തരാണ്ട്, അപ്പോൾ അയാൾക്ക് നമ്മൾ QR കോഡ് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ QR കോഡ് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എത്ര പൈസയാണ് അയക്കേണ്ടത് എന്ന് പറയാനൊന്നും നിൽക്കണ്ട. നമുക്ക് QR കോഡിൻ്റെ ഒപ്പം ഇവിടെ 3 ഡോട്ട് കാണുന്നില്ലേ, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റ് എമൗണ്ട് ഉണ്ട്. അപ്പോൾ അയാൾ നമുക്ക് 5000 രൂപയാണ് തരാനുള്ളത്, അല്ലെങ്കിൽ 5500 തരാനുള്ളത്. അങ്ങനെയാണെങ്കിൽ 5500 എന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താൽ ആ 5500 ആയിരിക്കും അവർക്ക് പേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എമൗണ്ടൊന്നും അതൊന്ന് കുറക്കാനോ കൂട്ടാനൊന്നും പറ്റില്ല. കറക്റ്റ് ആ എമൗണ്ട് തന്നെ നമുക്ക് അയച്ചു തരേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.